പോലീസിനെതിരെ വരുന്ന ആക്ഷേപങ്ങൾ അത് കണ്ടെയ്ൻ ചെയ്യാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം 2016 മുതൽ ഈ ആക്ഷേപം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കസ്റ്റഡി മരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പോലീസിൻ്റെ കസ്റ്റഡിയൽ അതിക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതേക്കുറിച്ചൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ഇതുവരെ അത് കണ്ടെയ്ൻ ചെയ്യാൻ കഴിഞ്ഞില്ല. നിയമസഭയിൽ പല കുറി മുഖ്യമന്ത്രി ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്, ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കും എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡുകളിൽ മറ്റ് സമ്മേളനങ്ങളിലൊക്കെ മുഖ്യമന്ത്രി അവരെ ഉപദേശിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇതിനിടയിൽ കൂടെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ ആക്ഷേപമൊക്കെ ഉയർത്തി പോലീസിൻ്റെ ധാർമ്മിക മനോവീര്യം തകർക്കരുത് എന്നും പറയുന്നുണ്ട്. ഇത് കണ്ടെയ്ൻ ചെയ്യാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായിട്ടും. അതായത് ഈ രണ്ട് സർക്കാരുകളെ ഒന്നിച്ചെടുത്താൽ, പിണറായി വിജയൻ നേതൃത്വം നൽകിയ രണ്ട് LDF സർക്കാരുകളെ ഒന്നിച്ചെടുത്താലും അതിലേറ്റവും പരാജയപ്പെട്ട എന്ന വാക്ക് തന്നെ ഉപയോഗിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും ബലഹീനമായ വകുപ്പായിട്ട്, ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വകുപ്പായിട്ട് ആഭ്യന്തര വകുപ്പ്, മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് മാറുകയാണ്. ഒന്നാമത്തെ സർക്കാരിൻ്റെ കാലം മുതൽ തന്നെ പോലീസ് സേനയുടെ മനോവീര്യം തകർക്കരുത് എന്ന തുടക്കത്തിലുള്ളൊരു പ്രസ്താവന ഉടനീളം പലയിടത്തായിട്ട് അത് ആവർത്തിക്കുന്നുണ്ട്. രാജീവ് ഈ പറഞ്ഞ പോലെ ഇടവേളകളിൽ മുഖ്യമന്ത്രി പല സമ്മേളനങ്ങളിലായി പോലീസിനെ ഗുണദോഷിക്കുന്നുമുണ്ട്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന വീഴ്ചകൾ, പോലീസിൻ്റെ ചില കാര്യങ്ങളിൽ ഇപ്പോൾ RSS പോലീസിന് മേലുള്ള നിയന്ത്രണം പോലെയുള്ള ഗുരുതരമായ രാഷ്ട്രീയ ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ ഇന്നെഫിഷ്യൻസി, ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ചു ചേർത്താൽ ഈ വകുപ്പിനെതിരെ ഉയർന്ന പോലെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ മറ്റു വകുപ്പുകൾക്കെതിരെ ഉയർന്നില്ല എന്ന് വേണം കരുതാൻ. കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ ഒരു സർക്കാരിൻ്റെ പ്രതിച്ഛായ നിശ്ചയിക്കുന്ന ഒരു സിംഗിൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ അതെങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നു എന്നതാണ്. പലപ്പോഴും സർക്കാരുകളുടെ മാറ്റങ്ങൾക്ക് ഹേതുവാകുന്നത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിൻ മെറ്റീരിയലായിത്തീരുന്നത് ആ സർക്കാരിൻ്റെ പോലീസ് നയമാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ സർക്കാരിൻ്റെ രണ്ടാം ടേമിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ വളരെ വലിയ തോതിലുള്ള ഒരു മലവെള്ളപ്പാച്ചിൽ പോലെയാണ് ഈ പോലീസ് അട്രോസിറ്റീസിൻ്റെ ദൃശ്യങ്ങൾ വരുന്നത്. ഈ ദൃശ്യങ്ങൾ വരാൻ സാങ്കേതികമായ ഉണ്ടായ മാറ്റങ്ങൾ, അക്കാര്യത്തിലുണ്ടായ നിയമപരമായ ഇതിൻ്റെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഇത് അവൈലബിൾ ആക്കണം എന്ന നയം വന്നത്, അതോടൊപ്പം തന്നെ സാങ്കേതികമായി മൊബൈൽ ഫോണിലും അല്ലാതെയും ഇത് ഷൂട്ട് ചെയ്യപ്പെടുന്നു എന്ന അവസ്ഥ, ഇത് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ കൂടുതൽ ജനം അറിയുന്നു എന്നേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ ഇത് ഏറ്റവും വലിയ ഗൗരവമേറിയ ഒരു പ്രശ്നമായിരിക്കുന്നു. മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ്. അദ്ദേഹത്തിന് മേൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടതും ഈ വകുപ്പിനെ ചൊല്ലിയാണ്. ഈ വകുപ്പ് RSSനോടൊക്കെ മൃദുവാകുന്നതിന് രാഷ്ട്രീയമായ അതിന് പിന്നിലെ മറ്റ് കാരണങ്ങളുണ്ട് എന്ന് പ്രതിപക്ഷവും മറ്റ് സംഘടനകളും ആരോപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രതിച്ഛായ പ്രശ്നമായി വരാൻ പോകുന്നത് പോലീസിംഗ് തന്നെയാണ്. എന്നാൽ രാജീവ് സൂചിപ്പിച്ചതുപോലെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ഇത്ര വലിയ തെളിവുകൾ, ഇത്ര വലിയ പോലീസ് അട്രോസിറ്റീസിൻ്റെ തെളിവുകൾ വരുമ്പോൾ പോലും അത് എടുത്തുന്നയിക്കുന്നതിനോ അതിനെ വലിയൊരു ജനകീയ പ്രശ്നമാക്കി മാറ്റുന്നതിനോ അപ്പുറത്ത് സാധിക്കുന്നില്ല എന്നതൊരു തെരഞ്ഞെടുപ്പ് ചിത്രമായി നമുക്ക് മുന്നിലുണ്ട്. ഇത് തീർച്ചയായും പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് ജനം ഒരു സർക്കാരിന് നേരെ പിടിക്കുന്ന ഏറ്റവും വലിയ കണ്ണാടി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആഭ്യന്തര വകുപ്പിൻ്റെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ എന്നതാണ്.